ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോ സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള 10 വർഷമായ എൻ്റെ ബോൺസായിയാണ്. പക്ഷേ ആൾക്കാർ പറയും ഇതിന് 5 വർഷം പോലും ആയില്ലെന്ന് ചിലപ്പം പറയാം. പക്ഷേ ഞാനൊരു 10 വർഷത്തിന് മുന്നേ ഞാനൊരു സ്ഥലത്തിന് ഒരു ഗാർഡനിൽ എന്തോ വിസിറ്റിന് പോയപ്പോൾ അവിടെ നിന്ന് ഞാൻ മേടിച്ചൊരു പ്ലാന്റാണ്, ഒരു കുഞ്ഞു പ്ലാന്റാണ്. ഞാനിപ്പോൾ ബോൺസായി ആക്കാൻ അവർ പറഞ്ഞു ബോൺസായി ആയിട്ടുള്ള ഏകദേശം ഇതുപോലേക്ക് ഇരിക്കുന്ന പ്ലാന്റിന് അവർ അപ്പോൾ പറഞ്ഞത് ഏകദേശം ഒരു 5000, 6000, 8000 ആ ഒരു റേഞ്ച് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ കുഞ്ഞു ചെടി എന്തെങ്കിലും കിട്ടാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ അവിടെ ഇരിക്കുന്ന ആൻറ്റിമാർ പറഞ്ഞു എടാ ഇതുപോലെ കുഞ്ഞു ചെടികളുണ്ട്, അതൊരു 30 രൂപയ്ക്ക് ഒരു പ്ലാന്റ് ഞാൻ മേടിച്ചു. ഈ പ്ലാന്റ് എൻ്റെ ഇപ്പോൾ നിറച്ചുണ്ട്, സെയിലിനൊക്കെ ഉണ്ട്. ഈ പ്ലാന്റ് ഒരു 30 രൂപയ്ക്ക് ഒരു പ്ലാന്റ് മേടിച്ചു. ആ പ്ലാന്റ് തൈകളൊക്കെ ഞാൻ അങ്ങോട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ ഉള്ള ബാക്കിയുള്ള ബോൺസായികളും കൂടെ ഞാനിതിൽ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ ഈ മെയിൻ ബോൺസായിയുടെ ചുറ്റും ഒരു കറക്കം. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ബോൺസായി. ആ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ കഷ്ടപ്പാടാണിത്, ആ ചെടിയുടെ കഷ്ടപ്പാടും ഉണ്ട്, കഷ്ടപ്പെട്ട് വളർന്നിങ്ങനെ ആവണ്ടേ, ഞാനിതിനാക്കിയെടുത്തു. ഓക്കെ, ഇത് ഫിസ്കസ് അങ്ങനെ എന്തോ പറയുന്നൊരു വെറൈറ്റിയാണിത്. അതിൻ്റെ അടിഭാഗത്ത് കണ്ട കുറച്ച് ചവറൊക്കെ കിടപ്പുണ്ട്, അത് ഇപ്പോൾ ഇടയ്ക്ക് കുറച്ച് ഞാൻ വൃത്തിയാക്കാതെ ഇങ്ങനെ ആയതാണ്. കണ്ട നല്ല രീതിയിലുള്ളൊരു വേറൊരെണ്ണം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എണ്ണമുണ്ട്. കണ്ട ഇവിടെ ഞാൻ പണ്ട് കറക്റ്റ് നല്ല രീതിയിൽ ഇത് തടി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ആവശ്യമില്ലാതെ കുറച്ച് ചെടി പൊടിച്ചതാണ് കണ്ട. പിന്നെ അതിന് ശേഷം ഇവിടെ നിന്ന് കുറച്ച് നല്ല ഇതൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, നല്ല ആലിൻ്റെ ആ ഒരു ഫോർമേഷനൊക്കെ ആ ഒരു ഈ വേരുണ്ടല്ലോ, ഈ വേരൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ ഇറങ്ങി. ഇനി കുറച്ചുകൂടെ സമയം എടുക്കുമ്പോൾ ഇതിന് നല്ല അടിപൊളിയായി മാറും. അതിൻ്റെ ഈ വേരൊക്കെ ഇങ്ങനെ കട്ടി വയ്ക്കും. ഇപ്പം കണ്ട ഇനി ഇവിടെയൊക്കെ ഞാൻ ഇടയ്ക്ക് ചില സമയത്ത് ഞാനിതിന് മറ്റേ ഫാൻ കൊടുക്കാറുണ്ട്. എൻ്റെ മൂട്ടിൽ നിറച്ച് ഫാനൊക്കെ വച്ച് അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ഇടയ്ക്ക് നല്ല വേനൽ സമയമൊക്കെ ആയപ്പോൾ കുറേ ഫാനൊക്കെ അങ്ങ് പോയി. പിന്നെ ഇതിൻ്റെ ഒരു സൈഡിൽ ഞാനൊരു വലിയ നമ്മുടെ ക്യാറ്റസിനെയും കൂടെ നട്ട് വളർത്തിയിട്ടുണ്ടല്ലോ, ക്യാറ്റസ് വെക്കുന്നുണ്ടോ. പിന്നെ ഇവിടെ ഒരു സൈഡിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധനെ പോലെയൊക്കെ ചിലരൊക്കെ ബുദ്ധൻ്റെ ഇതൊക്കെ വയ്ക്കുമല്ലോ, അങ്ങനെ വയ്ക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണോ അത് വയ്ക്കണോ വേണ്ടയോ. പിന്നെ എനിക്ക് ഈ വേരെനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ. നമ്മൾ ആലിൻ്റെയൊക്കെ വേറെ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഫീൽ. പക്ഷേ ഇതിലേക്ക് ആരും തൂങ്ങാൻ പറ്റില്ല, എനിക്ക് ആ ചെടി അപ്പം തന്നെ ഒടിഞ്ഞു വീഴും. കണ്ട ഇതിന് ഈ റൂട്ട് കണ്ട, ഇതിന് സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയുള്ള റൂട്ടാണ്. കാരണം കണ്ട ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം ഇടാച്ചെന്നല്ല, ഈ വെള്ളത്തിന് ഇങ്ങനെ വന്ന് വീഴുന്നത് ഇത്ര അങ്ങനെ കിടക്കുകയായിരുന്നു. ഞാൻ പിന്നെ എടുത്ത് മാറ്റിയതാണ് അതിന്. ഓക്കെ, പിന്നെ ഇതിൽ കുഞ്ഞ് വാട്ടർ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും നശിച്ചു പോയി. അതിനുശേഷം ഇതിപ്പോൾ ഇങ്ങനെ അത്യാവശ്യം അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. എങ്ങനെയുണ്ട് പ്ലീസ് ജസ്റ്റ് നിങ്ങളതിൻ്റെ ആ ഒരു ബ്യൂട്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇടുക. എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയും കൂടെ വെച്ചിട്ടാണ് ഞാനിങ്ങനെ സെറ്റ് എടുത്തിട്ടുള്ളത് ആ ഒരു രീതിയിൽ. ഇനി കുറച്ചുകൂടെ ബോൺസായി ചട്ടികൾ മേടിക്കണം, കാരണം ഞാൻ കുറേ ബോൺസായി ചട്ടികൾ മേടിച്ച് ഒരു ബോൺസായി കൂടെ ആക്കി വെച്ചിട്ടുണ്ട്. ഭയങ്കര ചീവീട് വിളിയാണ് ഈ ചീവീടുകൾ. അവരും പ്രകൃതിയുടെ അവകാശികളല്ലേ, വിളിച്ചോ. ഞാനൊന്നും ചെയ്യുന്നില്ല, വേണ്ട അത്യാവശ്യം സൂപ്പറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനിനി ബാക്കിയുള്ള എൻ്റെ ബോൺസായിസിനെ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് ബാക്കി ബോൺസായി കാണാൻ വേണ്ടി പോകും. ബാക്കി ബോൺസായി വലിയ ഗുമ്മൊന്നും ഉണ്ടാവില്ല, ഇത് മാത്രമാണ് ഒരു ഗുമ്മുള്ള പ്ലാന്റ്. അതാണ് ആദ്യം അത് കാണിച്ചത്. അത് കണ്ടാൽ നിങ്ങൾ ബോൺസായി എന്ന് പറയുമോ. ഇത് ഞാനൊരു ഏകദേശം ഒരു 15 വർഷത്തിന് മുമ്പേ കൊണ്ടുവച്ചൊരു എണ്ണപ്പനയാണ്. വളർന്ന് വലുതായി ഒരു കുഞ്ഞു ചെടിച്ചട്ടില്ലാണ്ടിരിക്കുന്നുണ്ട് സാധനം. അതുപോലെ തന്നെ വേറൊരു എൻ്റെ ബോൺസായി ആണിത്. കണ്ട ബോൺസായി ഞാൻ നോക്കാതെ അതൊരു വലിയ മരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് കുഞ്ഞു ചെടിച്ചട്ടിലിരിക്കുകയാണ് ആ സാധനം. കണ്ട ഇത് നമ്മുടെ തല്ലിക്ക എന്ന് പറയുന്ന പ്ലാന്റാണ്. പിന്നെ ഇത് അവിടെ ഒരു ബോൺസായി ഇരിപ്പുണ്ട്, അത് ബോൺസായി. ഇതൊക്കെ കൊണ്ട് ഇനി വേറെ നല്ല ബോൺസായി കൊണ്ട് ബോൺസായി ചെടിച്ചട്ടിയൊക്കെ വെറുതെ ഇവിടെ ഇരിപ്പുണ്ട്, നടണമെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പോൾ കാണിച്ചിരുന്ന ആ ഒരു പ്ലാന്റിൻ്റെ ബോൺസായി കണ്ട അങ്ങനെ അടുത്ത് ബോൺസായി ആക്കാൻ വേണ്ടി കുറച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട ബോൺസായിസ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്ലാന്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ മേടിക്കാം നമ്മളേന്ന്. ആ പ്ലാന്റ് എന്തെങ്കിലും സെയിലുണ്ട്. അതും അത്യാവശ്യം സൈസുള്ള പ്ലാന്റാണ്. സൈസ് കൊച്ചു പ്ലാന്റ് ഒന്നും എൻ്റെ ഇപ്പോൾ ഇല്ല കേട്ടോ, കുറച്ച് കുറവാണ്. പിന്നെ വേറൊരു ബോൺസായി ഉണ്ട്, ഇത് ഫ്ലവർ വരുന്നൊരു ബോൺസായി ആണ്. കണ്ട എങ്ങനെയുണ്ട് ഈ ബോൺസായി. ഇത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ബോൺസായി ആണ്. ഇതിൻ്റെ കണ്ട ആ ഒരു വേരും ഇത് കല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തു. ഇതിന് ഇനി അങ്ങ് കൊണ്ടുവച്ച് വീഡിയോ എടുക്കാൻ പാടാണ്, കാരണം എടുത്തുകൊണ്ട് പോകാൻ വയ്യ എനിക്കിതിനെയും കൂടെ അങ്ങ്. കണ്ട നിറച്ച് കുഞ്ഞ് വെള്ളപ്പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിത് ഭയങ്കര ഫേവറേറ്റാണ്. കണ്ട കുഞ്ഞ് വെള്ളപ്പൂക്കളുണ്ട്. ഈ ഒരു ബോൺസായിയുടെ തൈകളുണ്ട്, വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാൻ. ഇങ്ങനെ ബോൺസായി ആവുന്ന പ്ലാന്റിൻ്റെ തൈകൾ എൻ്റെ അത്യാവശ്യം ഇപ്പോൾ ഇരിപ്പുണ്ട്. ഞാൻ തൈയുടെ സൈസും കൂടെ കാണിച്ചു തരാം കൊടുക്കാൻ വേണ്ടിയുള്ള പ്ലാന്റ്. അപ്പോൾ ഇത് നിങ്ങൾ ബോൺസായി നിങ്ങൾ മേടിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്ലാന്റ് മേടിക്കാം, ഈ ബോൺസായി ആയിട്ട് ഈ ഒരു പ്ലാന്റ്. പക്ഷേ അത്യാവശ്യം നല്ലൊരു റേറ്റ് നിങ്ങൾക്കാവും. പക്ഷെ അങ്ങനെ മേടിച്ചു കഴിഞ്ഞാൽ എനിക്ക് നല്ലതാണ്, വേണമെങ്കിൽ മേടിച്ചോളൂ. ഒരു 4000 രൂപയാണ് എൻ്റെ പ്ലാന്റിന്. മേടിച്ചാൽ കൊള്ളാം. 4000 രൂപയ്ക്ക് എനിക്ക് ഒരു ബോൺസായി ഒരു 10000 രൂപയ്ക്ക് ഒരു ബോൺസായി പോയിട്ടുണ്ട്. അത് ഒരെണ്ണം മാത്രമേ ബോൺസായി വല്ലപ്പോഴൊക്കെ സെയിൽ കിടക്കും. ഇത് 4000 രൂപയാണ്.
മേടിക്കണമെന്നവർക്ക് മേടിക്കാം. വിത്ത് നമ്മൾ റെയിൽവേ ചാർജ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ തന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ അവിടെ കൊണ്ട് തരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളിലുള്ള ഒരു ബോൺസായി, പൂവുള്ള ബോൺസായി. പിന്നെ വേറൊരു ബോൺസായി കണ്ട, ഇതൊരു വലിയ പുളിയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വൃത്തി, എൻ്റെ മൂട്ടിലൊരു വൃത്തിയും പൊടിച്ചിരിപ്പുണ്ട്. അതാണ് ഒരു മെയിൻ വിഷയം. കൈവച്ച് അങ്ങോട്ട് എന്തെങ്കിലും മാറ്റി നോക്കാം. കണ്ട, അതിൻ്റെ താഴെ കൊണ്ട് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ വേറൊരു അത്യാവശ്യം നല്ല കട്ടിയാട്ടോ എൻ്റെ ലീഫൊക്കെ. ഇത് 20 വർഷം പ്രായമുള്ള പ്ലാന്റാണ്. 20 years old. എനിക്ക് ഏകദേശം ഞാനൊരു അത്യാവശ്യം ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോൾ വച്ചതാണ്. കാരണം എനിക്ക് ഒരു ചെറിയ, നമ്മൾ പണ്ട് യൂട്യൂബിലൊക്കെ നമ്മൾ കണ്ട് എനിക്ക് അപ്പോഴൊന്നും യൂട്യൂബ് ചാനലൊന്നും ഇല്ലായിരുന്നു. ആ ഒരു സമയത്ത് ഞാൻ ഇതുപോലത്തെ നമ്മൾ പോട്ടിങ്ങനെ ഉണ്ടാക്കുമല്ലോ, കൊച്ചു കല്ലുകളൊക്കെ വെച്ചിട്ട് സിമൻറ്റ് വെച്ചിട്ട്. അപ്പോൾ ഞാനത് വലിയ കാര്യം പോലെ ഞാൻ പോട്ടുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ ആ ഒരു പോട്ടുണ്ടാക്കും. അതിനുശേഷം അങ്ങനെ ഞാൻ ഒരു പുളി എടുത്ത് വച്ചു. വേണ്ട, ആ ഒരു പുളിയാണിത്. അത്യാവശ്യം നല്ല കണ്ട, നല്ല കട്ടി വന്നു തുടങ്ങി. ഏകദേശം സെക്കൻഡറി തിക്കനിങ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള ക്യാമ്പിയോ ഒക്കെ വന്നതിന് സെക്കൻഡറി തിക്കനിങ്ങിന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡറി തിക്കനിങ് അതാണത് കുറച്ച് ആ ഒരു രീതിയായി മാറുന്നുണ്ടോ. ഇത് വേറൊരു എൻ്റെ ബോൺസായി. ഇതൊക്കെ നമ്മളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് നമുക്കിതിനെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് അത്യാവശ്യം വേറൊരു ലെവലായിട്ട് നമുക്ക് കറക്കി തിരിച്ചൊക്കെ എടുത്തു കഴിഞ്ഞാൽ നല്ല എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ മേടിക്കാൻ താല്പര്യത്തോട് കോൺടാക്ട് ചെയ്യാം. മറ്റേ എൻ്റെ വീഡിയോ ഞാൻ കാണിച്ചില്ലല്ലോ, ആ വച്ചിരിക്കുന്ന പ്ലാന്റ്, ആ സെയിൽ ചെയ്യാനുള്ള അതിൻ്റെ കുഞ്ഞു പ്ലാന്റുകൾ ഇതാണ് കേട്ടോ. പൂ വരും, പെട്ടെന്ന് പൂ വരുന്നൊരു പ്ലാന്റാണത്. ഓക്കെ, അപ്പോൾ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യണം. ഇതുപോലെ മറ്റൊരു നമുക്ക് വീണ്ടും കാണാം. ദിസ് ഈസ് അരുൺ and our team going to sign out. Bye bye.